നമസ്കാരം. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നത് അതെങ്ങനെ നിയന്ത്രിക്കാം? പ്രത്യേകിച്ചും ഈ നിയമവിരുദ്ധമായിട്ടുള്ള കടത്ത്, അല്ലേ? വിലപിടിപ്പുള്ള വസ്തുക്കൾ രാജ്യത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഇന്ന് നമ്മൾ നോക്കുന്നത് 1962 ഇന്ത്യൻ കസ്റ്റംസ് നിയമം. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം അധ്യായം 4B. അതെ, ചാപ്റ്റർ 4B. ഇത് കൃത്യമായിട്ട് പറയുന്നത് നിയമവിരുദ്ധമായ കയറ്റുമതി അത് തടയുന്നതും പിന്നെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും. ശരിയാണ്. അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ഈ നിയമത്തിന്റെ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഇത് വെറും ഒരു നിയമ നടപടി മാത്രമല്ലാന്ന് തോന്നും, അല്ലേ? തീർച്ചയായും. ഇത് രാജ്യത്തിന്റെ സമ്പത്തും സുരക്ഷയുമൊക്കെ സംരക്ഷിക്കാനുള്ളൊരു സ്ട്രാറ്റജിക് നീക്കം തന്നെയാണത്. അപ്പോ എന്തൊക്കെയാണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ? എങ്ങനെയാണ് ഇത് ശരിക്കും പ്രവർത്തിക്കുന്നത്? നമുക്കൊന്ന് ആഴത്തിലൊന്ന് നോക്കാം. ഈ അധ്യായം IVB, പിന്നെ ഇതിന് തൊട്ടു മുമ്പുള്ള ഇറക്കുമതിയെക്കുറിച്ചുള്ള ചാപ്റ്റർ IVA, പിന്നെ വരുന്നത് ചില ഇളവുകളെക്കുറിച്ചുള്ള IVC. ഇതൊക്കെ 1969 നിയമത്തിൽ ചേർത്തത്. ഓ, അപ്പോ ഇത് ആദ്യമേ ഉണ്ടായിരുന്നില്ല? ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് അക്കാലത്ത് ഈ കള്ളക്കടത്ത്, പ്രത്യേകിച്ച് ചില പ്രത്യേകതരം സാധനങ്ങൾ, അത് വല്ലാതെ കൂടി. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും പിന്നെ ഈ ഫോറിൻ എക്സ്ചേഞ്ചിനെയുമൊക്കെ അത് ശരിക്കും ബാധിച്ചു തുടങ്ങി. അപ്പൊ അതിനൊരു തടയിടാൻ വേണ്ടി വന്നതാണ്. അതെ. ഒരു ജനറൽ നിയമം മാത്രം പോരാ, കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് വേണമെന്ന് അന്നൊരു തിരിച്ചറിവുണ്ടായി. ശരി. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇതിലെ ചില ബേസിക് വാക്കുകൾ, ടേംസ്, അതൊന്ന് മനസ്സിലാക്കാം, അല്ലേ? സെക്ഷൻ 11H ചില നിർവചനങ്ങൾ പറയുന്നുണ്ട്. ഉണ്ട്. നിയമവിരുദ്ധ കയറ്റുമതി അഥവാ ഇല്ലീഗൽ എക്സ്പോർട്ട്. അത് ഈ നിയമമോ വേറെ ഏതെങ്കിലും നിയമമോ ലംഘിച്ച് ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് ക്ലിയറാണ്. അതെ. പക്ഷേ നിർദ്ദിഷ്ട പ്രദേശം അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഏരിയ, അതെന്താണെന്നുള്ളതിലാണ് എനിക്കൊരു കൗതുകം. അതൊരു പ്രധാനപ്പെട്ട ടൂളാണ് കേട്ടോ. ഈ സെക്ഷൻ 11HB പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ത്യയുടെ കര അതിർത്തിയോടോ അല്ലെങ്കിൽ കടൽ തീരത്തോട് ചേർന്ന് ഒരു 100 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളെ. 100 കിലോമീറ്റർ? അതെ. അത്രയും ഭാഗം സർക്കാരിന് വേണമെങ്കിൽ നിർദ്ദിഷ്ട പ്രദേശമായിട്ട് നോട്ടിഫൈ ചെയ്യാം, വിജ്ഞാപനം ചെയ്യാം. എന്തിനാ അങ്ങനെ? അതിന്റെ ലോജിക്ക് എന്താന്ന് വെച്ചാൽ, മിക്കവാറും ഈ കള്ളക്കടത്ത് നടക്കുന്നത് ഈ അതിർത്തി മേഖലകളിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ ആ ഏരിയകളെ ഒന്ന് പ്രത്യേകം നിരീക്ഷണത്തിലാക്കുക, അതാണ് ലക്ഷ്യം. 100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ഏരിയ ആണല്ലോ. അപ്പോൾ ആ ലൈനിന്റെ ഉള്ളിൽ വരുന്ന ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ ഇതിൽ പെടും. അവിടെ നിയമം കുറച്ചുകൂടി ക്ലിയർ ആക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെയോ ചെറിയൊരു ഭാഗം മാത്രമേ ഈ 100 കിലോമീറ്റർ പരിധിയിൽ വരുന്നുള്ളൂ എന്ന് വെക്കുക. എന്നാലും ആ ഗ്രാമം അല്ലെങ്കിൽ ആ പട്ടണം മുഴുവനായിട്ടും നിർദ്ദിഷ്ട പ്രദേശമായിട്ട് കണക്കാക്കും. ഓക്കെ. അത് നിയമം നടപ്പാക്കാനുള്ള എളുപ്പത്തിനാണോ? ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ? അതെ, ഒരു അവ്യക്തത ഒഴിവാക്കാനാണ്. അതായത് ഒരു സ്ഥലത്ത് പകുതി മാത്രം നിയന്ത്രിക്കുന്നതിന് പകരം ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് അത് മുഴുവനായിട്ട് നിരീക്ഷണത്തിൽ വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അതിർത്തിയിൽ ഒരു ബഫർ സോൺ ഉണ്ടാക്കുകയാണ്. ശരി, അത് മനസ്സിലായി. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് നിർദ്ദിഷ്ട സാധനങ്ങൾ അഥവാ സ്പെസിഫൈഡ് ഗുഡ്സ് എന്നതാണല്ലോ. സെക്ഷൻ 11I. എല്ലാ സാധനങ്ങൾക്കും ഈ കടുത്ത നിയമങ്ങൾ ഇല്ല, അല്ലേ? ഇല്ല. അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോ രാജ്യത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ കയറ്റിയേക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മൂവ്മെന്റ് ഒരുപോലെ ട്രാക്ക് ചെയ്യുക എന്നത് അത് നടപ്പുള്ള കാര്യമല്ല, ആവശ്യമില്ലാത്തതുമാണ്. ശരിയാണ്. അപ്പോൾ സെക്ഷൻ 11I പറയുന്നത് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ നിയമവിരുദ്ധ കയറ്റുമതിയുടെ തോത്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇല്ലീഗൽ എക്സ്പോർട്ട്, അത് പൊതുതാൽപര്യത്തിന് ഹാനികരമാവുന്ന രീതിയിൽ വലുതാണെന്ന് സർക്കാരിന് തോന്നിയാൽ അത്തരം കയറ്റുമതി തടയാനും അത് കണ്ടെത്താനും വേണ്ടി ആ സാധനങ്ങളെ നിർദ്ദിഷ്ട സാധനങ്ങൾ എന്ന് സർക്കാരിന് നോട്ടിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് പണ്ടൊക്കെ ഈ സ്വർണം, വെള്ളി അല്ലെങ്കിൽ വാച്ചുകള് അങ്ങനെയുള്ളവയുടെ കള്ളക്കടത്ത് കൂടുതലായിരുന്നെങ്കിൽ അതിനെ ഈ ലിസ്റ്റിൽ പെടുത്താമായിരുന്നു, അല്ലേ? തീർച്ചയായും. അതാണ്. ഇത് സർക്കാരിനൊരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. സാഹചര്യമനുസരിച്ച് ഏതൊക്കെ സാധനങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് എന്ന് തീരുമാനിക്കാം. നമ്മൾ പോലീസുകാർ ചിലരെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തുന്ന പോലെ കസ്റ്റംസ് ഏറ്റവും കൂടുതൽ പ്രശ്നസാധ്യതയുള്ള സാധനങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധാ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ റിസോഴ്സസ്, അതായത് ഉദ്യോഗസ്ഥരുടെ സമയവും ശ്രദ്ധയുമൊക്കെ ഏറ്റവും ആവശ്യമുള്ളിടത്ത് കൊടുക്കാൻ പറ്റും. എക്സാക്ട്ലി, അതാണ് പോയിന്റ്. ഇനി കളിയുടെ റൂൾസിലേക്ക് വരാം.
ഒരാള് ഈ പറഞ്ഞ നിർദ്ദിഷ്ട സാധനങ്ങൾ കൈവശം വെച്ചാൽ എന്ത് ചെയ്യണം? അതാണല്ലോ സെക്ഷൻ 11(J) പറയുന്നത്. അതെ, ഇവിടെയാണ് ശരിക്കും ട്രാക്കിംഗ് തുടങ്ങുന്നത്. സെക്ഷൻ 11(J) പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർക്കാർ ഒരു തീയതി നിശ്ചയിക്കും, സ്പെസിഫൈഡ് ഡേറ്റ്. ആ തീയതിയിൽ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തുള്ളിൽ, അതായത് സ്പെസിഫൈഡ് ഏരിയയിൽ 15,000 രൂപയിൽ കൂടുതൽ മാർക്കറ്റ് വിലയുള്ള നിർദ്ദിഷ്ട സാധനങ്ങൾ, സ്പെസിഫൈഡ് ഗുഡ്സ്, കൈവശമുള്ള ഏതൊരാളും 7 ദിവസത്തിനുള്ളിൽ ആ വിവരം ബന്ധപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അറിയിക്കണം. എവിടെയാണ് ആ സാധനങ്ങൾ വെച്ചിരിക്കുന്നതെന്നും പറയണം. 15,000 രൂപ. അത് 1969 ഈ നിയമം വരുമ്പോൾ അത്യാവശ്യം വലിയ തുകയായിരുന്നിരിക്കുമല്ലോ. ഓ, തീർച്ചയായും. അന്നത്തെ 15,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു പക്ഷേ പല ലക്ഷങ്ങൾക്ക് തുല്യമായിരിക്കും. അതെ. അപ്പൊ ഇപ്പൊ ഈ തുകയുടെ വാല്യൂ കുറഞ്ഞു പോയില്ലേ? കുറഞ്ഞു, അതെ. അത് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ നിയമം ശരിക്കും ടാർഗറ്റ് ചെയ്തത് വലിയ സ്റ്റോക്കിസ്റ്റുകളെയും കച്ചവടക്കാരെയുമാണ്. അല്ലാതെ വീട്ടാവശ്യത്തിന് കുറച്ച് സാധനം വെക്കുന്ന സാധാരണക്കാരെയല്ല. ഈ ലിമിറ്റ് കൂട്ടണോ എന്നുള്ളത് വേറൊരു ചോദ്യം. അത് ശരിയാണ്. അപ്പോ ഈ സാധനങ്ങൾ പിന്നീട് വാങ്ങുന്നവരുടെ കാര്യമോ? അവർക്കും ഇത് ബാധകമാണോ? അവർക്കും ബാധകമാണ്. ഒരാൾ ഈ നിർദ്ദിഷ്ട സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ അയാളുടെ കയ്യിലുള്ള ഈ സാധനങ്ങളുടെ മൊത്തം സ്റ്റോക്ക് 15,000 രൂപയുടെ ലിമിറ്റ് കടന്നാൽ അയാൾ ആ സാധനം വാങ്ങുന്നതിന് മുൻപ് തന്നെ അത് എവിടെ സൂക്ഷിക്കാൻ പോകുന്നു എന്ന് ഓഫീസറെ അറിയിക്കണം. അതുപോലെ ഒരാൾ ഈ സാധനം ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് മാറ്റാൻ പോവുകയാണെങ്കിലും മാറ്റുന്നതിന് മുമ്പേ വിവരം കൊടുക്കണം. പിന്നെ ഈ 7 ദിവസത്തെ ടൈം കഴിഞ്ഞാൽ ഈ അറിയിപ്പിൽ പറഞ്ഞ സ്ഥലത്തല്ലാതെ വേറെ എവിടെയും ഈ സാധനം വെക്കാനും പാടില്ല. ഓക്കേ. അപ്പൊ സ്റ്റോക്ക് എവിടെയുണ്ടെന്ന അധികാരികൾക്കൊരു ധാരണ കിട്ടും. പക്ഷേ ഈ സാധനം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ? അപ്പോഴാണല്ലോ ശരിക്കും കള്ളക്കടത്തിന് സാധ്യത കൂടുന്നത്. അവിടെ എന്താ കൺട്രോള്? അവിടെയാണ് അടുത്ത സെക്ഷൻ 11K വരുന്നത്. ഗതാഗതത്തിലെ നിയന്ത്രണങ്ങൾ. നിയമം പറയുന്നത്, ഈ നിർദ്ദിഷ്ട സാധനങ്ങൾ അത് നിർദ്ദിഷ്ട പ്രദേശത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നാലും ശരി, അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയാലും ശരി, അല്ലെങ്കിൽ ആ ഏരിയക്കുള്ളിൽ തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയാലും കൂടെ ഒരു ട്രാൻസ്പോർട്ട് വൗച്ചർ ഉണ്ടായിരിക്കണം. ട്രാൻസ്പോർട്ട് വൗച്ചർ? അതെ, ഒരു വൗച്ചർ. ഇതാരാണോ സാധനം കൊണ്ടുപോകുന്നത് അയാൾ തന്നെ തയ്യാറാക്കിയാൽ മതി. എല്ലാത്തിനും വേണോ? ഇപ്പൊ ഒരു കടയിൽ നിന്ന് തൊട്ടടുത്ത കടയിലേക്ക് കുറച്ച് സാധനം കൊണ്ടുപോവാണെങ്കിലും? അവിടെ ഒരു ചെറിയ ഇളവുണ്ട്. ഒരു ഗ്രാമത്തിനോ പട്ടണത്തിനോ നഗരത്തിനോ ഉള്ളിൽ, വിതിൻ ദി വില്ലേജ് ഓർ ടൗൺ, 1000 രൂപയിൽ താഴെയാണ് സാധനത്തിന്റെ വിലയെങ്കിൽ ഈ വൗച്ചർ നിർബന്ധമില്ല. ഓക്കേ. വീണ്ടും ആ ചെറിയ ഡെയിലി ട്രാൻസാക്ഷൻസിനെ ഒഴിവാക്കാനാണത്. പക്ഷേ 1000 രൂപയിൽ കൂടിയാൽ ആ ഗ്രാമത്തിനുള്ളിലാണെങ്കിൽ പോലും വൗച്ചർ വേണം. ഈ വൗച്ചർ സിസ്റ്റം എങ്ങനെയാ കൂടുതൽ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നത്? വെറുതെ ഒരു പേപ്പർ പോരെ? സാധാരണഗതിയിൽ ഉടമ തയ്യാറാക്കുന്ന വൗച്ചർ മതിയാകും. പക്ഷേ സെക്ഷൻ 11Kയുടെ സബ്സെക്ഷൻ 2 പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന് ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആക്കാം. അതെങ്ങനെ? ഉദാഹരണത്തിന്, കൊണ്ടുപോകുന്ന സാധനത്തിന്റെ സ്വഭാവം, അതിന്റെ വില ഒരു പ്രത്യേക തുകയ്ക്ക് മുകളിലാണെങ്കിൽ, കൊണ്ടുപോകുന്ന സമയം ചിലപ്പോൾ രാത്രിയിലാണെങ്കിൽ, പോകുന്ന വഴി, എങ്ങോട്ടാണ് പോകുന്നത്, ആ ഏരിയയിൽ കള്ളക്കടത്ത് സാധ്യത എത്രത്തോളമുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് സർക്കാരിനൊരു നോട്ടിഫിക്കേഷൻ വഴി പറയാം, ഈ ട്രാൻസ്പോർട്ട് വൗച്ചറിൽ ഒരു കസ്റ്റംസ് ഓഫീസറുടെ കൗണ്ടർ സൈനേച്ചർ കൂടി വേണം, അതായത് മേലൊപ്പ്. ഓഹോ, അപ്പൊ വെറും വൗച്ചർ പോരാതെ വരും. ചിലപ്പോ കസ്റ്റംസ് ഓഫീസർ കൂടി അറിഞ്ഞ് സൈൻ ചെയ്യണം. അതെങ്ങനെയുള്ള കേസുകളിലായിരിക്കും? സംശയം തോന്നുന്ന കേസുകളിലോ? അതെ, ഒരു ഉദാഹരണം പറയാം. ഒരാൾ രാത്രി വലിയ വിലയുള്ള കുറച്ച് നിർദ്ദിഷ്ട സാധനങ്ങൾ ഒരു നിർദ്ദിഷ്ട പ്രദേശത്ത് നിന്ന് അതിർത്തിയുടെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് കുറച്ച് സംശയകരമാണല്ലേ? ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ട്രാൻസ്പോർട്ട് നടക്കുന്നതിന് മുൻപ് തന്നെ ഒരു കസ്റ്റംസ് ഓഫീസർ ആ വൗച്ചർ നോക്കി ഓക്കെ ആണെങ്കിൽ കൗണ്ടർ സൈൻ ചെയ്യണം എന്ന നിയമത്തിൽ പറയാം. ഇത് ആ നീക്കത്തിന് ഒരു എക്സ്ട്രാ ചെക്കും കൺട്രോളും കൊണ്ടുവരും. ശരി. അപ്പൊ സ്റ്റോറേജ് ട്രാക്ക് ചെയ്തു, ട്രാൻസ്പോർട്ട് ട്രാക്ക് ചെയ്തു, ഇനിയിപ്പോ ഈ സ്റ്റോക്ക് അത് കണക്കിലുള്ളത് തന്നെയാണോ എന്നറിയണ്ടേ? അതിനുള്ള വഴിയല്ലേ ഈ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നത്? സെക്ഷൻ 11L. അതെ, കൃത്യമായി സെക്ഷൻ 11L പറയുന്നത്, ഈ നിർദ്ദിഷ്ട പ്രദേശത്തിനുള്ളിൽ 15,000 രൂപയിൽ കൂടുതൽ വിലയുള്ള നിർദ്ദിഷ്ട സാധനങ്ങൾ കയ്യിലുള്ള ഏതൊരാളും ആ സാധനങ്ങളെക്കുറിച്ച് സത്യസന്ധവും പൂർണ്ണവുമായ കണക്കുകൾ, അതായത് ട്രൂ ആൻഡ് കംപ്ലീറ്റ് അക്കൗണ്ട് സൂക്ഷിക്കണം. അതിലെന്തൊക്കെ വേണം? സാധനം വാങ്ങിയതാണെങ്കിൽ ആരുടെ കയ്യിന്ന് വാങ്ങി, എത്ര വാങ്ങി, എപ്പോൾ വാങ്ങി,
ഇനി വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആർക്കാണ് കൊടുത്തത്, എത്ര കൊടുത്തു, എപ്പോൾ കൊടുത്തു, ഈ വിവരങ്ങളെല്ലാം വേണം. ഈ കണക്കുകൾ എവിടെയാ സൂക്ഷിക്കേണ്ടത്? ഓഫീസിലാണോ അതോ സാധനം വെച്ചിരിക്കുന്ന ഗോഡൌണിലോ മറ്റോ ആണോ? സാധനം എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ പ്രിമൈസസിൽ തന്നെ ഈ കണക്കുകളും റെഡിലി അവൈലബിൾ ആയിരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഒരു കസ്റ്റംസ് ഓഫീസർ പരിശോധനയ്ക്ക് വന്നാൽ അവിടെയുള്ള സ്റ്റോക്കും ഈ കണക്കും തമ്മിൽ ഒത്തുനോക്കാൻ പറ്റണം. ഓ അങ്ങനെ. അപ്പോ ഒത്തുനോക്കുമ്പോ വ്യത്യാസം കണ്ടാലോ? സ്റ്റോക്ക് കുറവാണെങ്കിലോ കൂടുതലാണെങ്കിലോ? അതാണ് സെക്ഷൻ 11L3 പറയുന്നത്. ഈ പരിശോധനയിൽ സ്റ്റോക്കും കണക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല, അതിനൊരു തൃപ്തികരമായ വിശദീകരണം കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ വന്നാൽ ആ സാധനങ്ങൾ നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്യാൻ സാധ്യതയുള്ളതാണെന്ന് അനുമാനിക്കാൻ നിയമം അധികാരം കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഷാൽ ബി പ്രിസ്യൂംഡ്. പിന്നെ അതങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ വ്യക്തിക്കായിരിക്കും. അതൊരു സ്ട്രോങ് പ്രൊവിഷൻ ആണല്ലോ. ബർഡൻ ഓഫ് പ്രൂഫ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതെ. പക്ഷേ സാധാരണ ബിസിനസ്സുകാർക്ക് വേറെ പല നിയമങ്ങൾ പ്രകാരവും കണക്കുകൾ വെക്കേണ്ടി വരുമല്ലോ. ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്. അപ്പോൾ ഇതിനുവേണ്ടി വേറൊരു ബുക്ക് ഉണ്ടാക്കണോ? അവിടെ ഒരു റിലാക്സേഷൻ ഉണ്ട്. സെക്ഷൻ 11L4 പറയുന്നുണ്ട്, മറ്റേതെങ്കിലും നിയമമനുസരിച്ച് സൂക്ഷിക്കേണ്ട കണക്കുകളിൽ ഈ പറഞ്ഞ വിവരങ്ങൾ, അതായത് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി, ആർക്ക് കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായി എഴുതുന്നുണ്ടെങ്കിൽ പിന്നെ ഈ സെക്ഷനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഒരു കണക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് വ്യാപാരികൾക്കൊരു ആശ്വാസമാണ്. ഇരട്ടിപ്പണിയില്ല. അതെ. ശരി. അപ്പോൾ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, അക്കൗണ്ടിംഗ്. അടുത്ത സ്റ്റെപ്പ് സെയിൽസ് ആണ്. സാധനം വിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുണ്ടോ? സെക്ഷൻ 11M ഉണ്ട്. ഇത് ആ ചെയിനിന്റെ അവസാനത്തെ കണ്ണിയെ കൂടി ട്രാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. സെക്ഷൻ 11M അനുസരിച്ച് ഈ നിർദ്ദിഷ്ട സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുമ്പോൾ പൈസ വാങ്ങുന്നത് അക്കൗണ്ട് പേയി ചെക്ക് വഴിയല്ലെങ്കിൽ, അതായത് ക്യാഷ് ആയിട്ടോ മറ്റോ ആണെങ്കിൽ, അതെ, ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബേറർ ചെക്കായിട്ടോ ഒക്കെ ആണെങ്കിൽ വിൽക്കുന്ന ആള് ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം. വാങ്ങുന്ന ആളുടെ മുഴുവൻ ഒപ്പും അഡ്രസ്സും അയാൾ കൊടുക്കുന്ന സെയിൽസ് വൗച്ചറിന്റെയോ ഡെലിവറി നോട്ടിന്റെയോ കോപ്പിയിൽ വാങ്ങിവെക്കണം. വെറുതെ ഒപ്പും അഡ്രസ്സും മതിയോ? വേറെ വല്ല ID പ്രൂഫും? ആൾമാറാട്ടമാകാലോ? പോരാ. നിയമം പറയുന്നുണ്ട്, വാങ്ങുന്ന ആളുടെ ഐഡന്റിറ്റി ഉറപ്പാക്കാൻ ആവശ്യമായ മറ്റ് യുക്തിസഹമായ നടപടികളും, അതായത് റീസണബിൾ സ്റ്റെപ്സ് വിൽക്കുന്നയാള് എടുക്കണം. ഒരുപക്ഷേ ഒരു ID കാർഡിന്റെ കോപ്പി വാങ്ങിക്കുന്നതോ മറ്റോ ആകാമത്. ഇതിന്റെ ഉദ്ദേശം സാധനം ആരുടെ കയ്യിലേക്കാണ് പോയതെന്ന് പിന്നീട് ട്രേസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇതിലും ചെറിയ കച്ചവടങ്ങൾക്ക് ഇളവുണ്ടോ? എല്ലാ ചെറിയ കടയിലും ഇത് നടക്കുമോ? ഭാഗ്യത്തിന് ഇല്ല. ചെറിയ വിൽപ്പനകൾക്ക് അഥവാ പെറ്റി സെയിൽസിന് ഈ വ്യവസ്ഥ ബാധകമല്ല. എന്താണ് ഈ പെറ്റി സെയിൽ? ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ, ഒരു വിൽപ്പനയുടെ വാല്യൂ 1000 രൂപയിൽ കൂടരുത്. അതുപോലെ ഒരു ദിവസം അങ്ങനെയുള്ള എല്ലാ ചെറിയ വിൽപ്പനകളും കൂട്ടിയാൽ ടോട്ടൽ 2500 രൂപയിലും കൂടരുത്. ഈ ലിമിറ്റിനുള്ളിൽ വരുന്ന കച്ചവടമാണെങ്കിൽ വാങ്ങുന്നയാളുടെ ഒപ്പും അഡ്രസ്സും നിർബന്ധമില്ല. ഓക്കെ, അതും സാധാരണ കച്ചവടങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ. അതെ. അപ്പോ ഈ അധ്യായം IBBയിലെ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങള് ഏകദേശം ഇതൊക്കെയാണ്. സ്റ്റോറേജ് എവിടെയാണെന്ന് അറിയിക്കണം, 11J. കൊണ്ടുപോകുമ്പോൾ വൗച്ചർ വേണം, 11K. കണക്ക് സൂക്ഷിക്കണം, 11L. വിൽക്കുമ്പോൾ വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസ് എടുക്കണം, 11M. ഇതൊരു നെറ്റ്വർക്ക് പോലെ തോന്നുന്നു. ശരിയാണ്. ഇതൊരു മൾട്ടി ലെയേർഡ് സ്ട്രാറ്റജിയാണ് നിയമവിരുദ്ധ കയറ്റുമതി തടയാൻ. ഓരോ സ്റ്റേജിലും ഓരോ ചെക്ക് പോയിന്റ് ഈ കള്ളക്കടത്തി ശൃംഖലയുടെ ഓരോ കണ്ണിയും ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ നിയമങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൽ ചില ഇളവുകൾ കൊടുക്കാനും സർക്കാരിന് അധികാരമുണ്ട്. അതാണ് ചാപ്റ്റർ IVCയിലെ സെക്ഷൻ 11N പറയുന്നത്. ചാപ്റ്റർ IVC അത് വേറെയാണോ? അതൊരു ചെറിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ IEA ഇറക്കുമതി, ചാപ്റ്റർ IVB കയറ്റുമതി എന്നിവയ്ക്ക് പൊതുവായി ബാധകമായ ചില കാര്യങ്ങൾ പറയുന്ന ഒരെണ്ണം. അതിലെ സെക്ഷൻ 11N പറയുന്നത് പൊതു താൽപ്പര്യം നോക്കിയിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു നോട്ടിഫിക്കേഷൻ വഴി ഈ ചാപ്റ്റർ IVAയിലെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത IVBയിലെയോ ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനത്തിനെ ഒഴിവാക്കാം. എക്സംഷൻ കൊടുക്കാം. അതെ, പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒഴിവാക്കാം. വേണമെങ്കിൽ ചില കണ്ടീഷൻസ് വച്ചിട്ടും ഈ ഇളവ് കൊടുക്കാം. എന്തിനാ അങ്ങനെ ഒരു പവർ? നിയമം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒഴിവാക്കുന്നത് എന്തിനാ? അത് നിയമം കുറച്ചും കൂടി പ്രാക്ടിക്കലാക്കാനും
കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുമാണ്. ഉദാഹരണത്തിന്, ഒരു സാധനം നിർദ്ദിഷ്ട സാധനം ആയിട്ട് പണ്ട് നോട്ടിഫൈ ചെയ്തു, പക്ഷെ കാലക്രമേണ അതിന്റെ കള്ളക്കടത്ത് ഭീഷണി കുറഞ്ഞൂന്ന് വെക്കുക. ശരി. അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങൾ കാരണം അതിന്റെ സാധാരണ വ്യാപാരം വളരെ ബുദ്ധിമുട്ടുന്നുവെന്ന് സർക്കാരിന് തോന്നി. അങ്ങനെയൊക്കെ വന്നാൽ ആ സാധനത്തെ ഈ കടുത്ത നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ഈ സെക്ഷൻ 11 വഴി സർക്കാരിന് പറ്റും. ഇത് നിയമത്തിനൊരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. മനസ്സിലായി. അപ്പോ ഈ മൊത്തം ചർച്ചയെ ഒന്ന് ചുരുക്കിയാൽ 1962 കസ്റ്റംസ് നിയമത്തിലെ അധ്യായം 4B അത് നിയമവിരുദ്ധ കയറ്റുമതി തടയാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഫ്ലെക്സിബിളുമായിട്ടുള്ളൊരു മെക്കാനിസമാണ് മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? അതെ. നിർദ്ദിഷ്ട സാധനങ്ങൾ, നിർദ്ദിഷ്ട പ്രദേശങ്ങൾ എന്ന കോൺസെപ്റ്റിലൂടെ എവിടെ ഫോക്കസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. പിന്നെ അതിന്റെ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, അക്കൗണ്ട്സ്, സെയിൽസ് ഇതിനൊക്കെ വ്യക്തമായ റൂൾസ് കൊണ്ടുവരുന്നു. അതേസമയം ചെറിയ ട്രാൻസാക്ഷൻസിന് ഇളവ് കൊടുത്ത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും നോക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് നിയമം നടപ്പാക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ക്ലിയർ ഫ്രെയിംവർക്ക് കൊടുക്കുന്നുണ്ട്. നിയമലംഘനം എളുപ്പം കണ്ടെത്താനും തടയാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നിയമം അനുസരിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും കിട്ടുന്നു. പക്ഷേ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് 1960കളുടെ അവസാനത്തിലാണെന്ന് ഓർക്കണം. അതെ. അന്നത്തെ ട്രേഡ് പാറ്റേൺസും ടെക്നോളജിയും അല്ല ഇപ്പോൾ ഉള്ളത്. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരുപക്ഷെ അതാണ് നമ്മൾ അവസാനം ആലോചിക്കേണ്ട കാര്യവും. 1962 കസ്റ്റംസ് നിയമത്തിലെ അധ്യായം 4Bയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള സംഭാഷണം ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. നിയമവിരുദ്ധ കയറ്റുമതി തടയുന്നതിനുള്ള ഡെഫിനിഷൻസ്, സ്പെസിഫൈഡ് ഗുഡ്സും സ്പെസിഫൈഡ് ഏരിയാസും എങ്ങനെ തീരുമാനിക്കുന്നു, സാധനം കൈവശം വയ്ക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും കണക്ക് സൂക്ഷിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള നിയമപരമായ ഉത്തരവാദിത്വങ്ങളും നിയന്ത്രണങ്ങളും പിന്നെ ആവശ്യമായ ഇളവുകളും ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ സെക്ഷനും ഓരോ വാചകവും വെറും പേപ്പറിലെ വാക്കുകളല്ല. അത് രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റി, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ചിലപ്പോൾ നമ്മുടെ അതിർത്തി സുരക്ഷ പോലും അതൊക്കെ ഉറപ്പാക്കാനുള്ള പ്രാക്ടിക്കൽ ടൂൾസാണ്. ഈ കള്ളക്കടത്തിന്റെ പല വഴികൾ അടക്കാനുള്ള ശ്രമം ഈ നിയമത്തിൽ കാണാം. ശരിയാണ്. ഇനി നിങ്ങൾ പ്രേക്ഷകർക്കായി ഒരു ചിന്ത. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഈ നിയമങ്ങളൊക്കെ വന്നിട്ട് ഏകദേശം അരനൂറ്റാണ്ടായി അല്ലേ? 1969 ചേർത്തതാണ്. അതെ. അതിനുശേഷം ലോകം ഒരുപാട് മാറി. വ്യാപാരം മാറി, ടെക്നോളജി മാറി. ഇപ്പോ ഇ-കൊമേഴ്സ്, ഡിജിറ്റൽ പേയ്മെന്റ്സ്, ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ സാധാരണയായി. കള്ളക്കടത്തുകാരും പുതിയ വഴികൾ കണ്ടുപിടിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ഈ പുതിയ ലോകത്ത് 1969 ഈ നിയമങ്ങൾ നിയമവിരുദ്ധ കയറ്റുമതി തടയാൻ ഇന്നും എത്രത്തോളം എഫക്റ്റീവാണ്? അതൊരു നല്ല ചോദ്യമാണ്. ഈ പഴയ ഫ്രെയിംവർക്ക് വെച്ച് ഇന്നത്തെ ചാലഞ്ചസിനെ നേരിടാൻ അധികാരികൾക്ക് എങ്ങനെ പറ്റുന്നുണ്ടാവാം? ഒരുപക്ഷെ ഈ നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റേണ്ട സമയം അതിക്രമിച്ചോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.